മകളുടെ ഗതാഗതം കേൾക്കുന്നുണ്ടോ അച്ഛാ? ഗതാഗതം കേൾക്കുന്നുണ്ടോ അച്ഛാ? ആദ്യം അമ്മ പോയി, അതിന്റെ പുറകെ അച്ഛനും പോയി. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോകാൻ നിങ്ങൾ ടൂറിന് പോയതായിരുന്നു അച്ഛാ. ഒരാത്മകൻ കർമ്മം ചെയ്യാനില്ലെന്ന് പറഞ്ഞല്ലേ അച്ഛൻ വിഷമിച്ചല്ലേ മരിച്ചത്? അച്ഛന് കർമ്മം ചെയ്യാൻ ഒരു ആത്മകനുണ്ട്. പോലീസുകാർ കൊണ്ടുപോയി കൂമ്പിലിടിച്ചാലും ഗുണ്ടയാന്നും പറഞ്ഞ് ഞെളിഞ്ഞു വിരിഞ്ഞൊരു നാണവും ഇല്ലാതെ നടക്കുന്ന എന്റെ ഭർത്താവ് കരടി വാസു. പുള്ളി വന്ന് കർമ്മം ചെയ്യുമ്പോ അച്ഛൻ സഹകരിക്കണേ അച്ഛാ. അച്ഛന്റെ മരുമൂലച്ഛന് കർമ്മം ചെയ്യും അച്ഛാ. കൊടുത്തി കയറി പയ്യ ഒഴുകി പൊക്കോണേ അച്ഛാ. അച്ഛാ ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ? അതെ, കർമ്മയാണേ. ആ പറ കർമ്മി. ഞാൻ നിങ്ങളുടെ വീടിന്റെ അടുത്ത അമ്പലത്തിന്റെ ആൾച്ചോട്ടിനവിടെ വന്ന് നിൽക്കുകയാണേ. എന്റെ വീട് കഴിഞ്ഞൊരു 10 സ്റ്റെപ്പ് നിങ്ങൾ മുമ്പിലേക്ക് പോയി. ഒരു കാര്യം ചെയ്, നിങ്ങൾ 10 സ്റ്റെപ്പ് ഇട്ട് പുറകിലേക്ക് വാ കർമ്മി. ഓക്കെ ഓക്കെ, വേഗം വാ. ഒരു കർമ്മം നടക്കുന്ന വീട്ടിൽ ബ്രേക്ക് ഡാൻസുകാർക്ക് എന്തിനാ കാര്യം? അയ്യോ, ഞാൻ ബ്രേക്ക് ഡാൻസുകാരനല്ല. ഇവിടുന്ന് എങ്ങാണ്ട് ഒരു കർമ്മിയെ വേണമെന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വന്നായിരുന്നല്ലോ. അയ്യോ, അത് ഞാനാ വിളിച്ചത്. ആണോ? അപ്പൊ എനിക്ക് പെട്ടെന്ന് വേണം. എനിക്ക് എന്നാ സെക്കൻഡ് കർമ്മം ഉള്ളതാ. ആയിക്കോട്ടെ. അതാരാണ് കർമ്മം ചെയ്യുന്ന? ആരാണ്? എന്റെ ഭർത്താവാ. എത്രയും പെട്ടെന്ന് വേണം. ഭർത്താവിനെ വിളിക്ക്. പുള്ളി കുളിക്കാൻ പോയേക്കുക. 16 ദിവസം നല്ല വ്രതമായിട്ടിരുന്ന മനുഷ്യന് ഇപ്പോഴെന്തിനാ കുളിക്കാൻ പോയേ? എനിക്ക് സെക്കൻഡ് ഉള്ളതെന്ന് പറഞ്ഞ് നിങ്ങളുടെ തോന്നിവാസം ഞാൻ കൂട്ടിയിരിക്കല്ല. ഇതിനേക്കാളും വലിയ കളിപ്പന എന്റെ ഭർത്താവ്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ പുള്ളി കേട്ടോണ്ട് വന്നോണ്ടല്ലോ, പെടലി ഞരമ്പിന് അടിക്കും. ഭീകരനാണോ? എന്റെ ഭർത്താവിനെ പറ്റി കേട്ടിട്ടില്ലേ? ഇല്ല. യോ, എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് മുഴുവൻ കിടുകിടാ വിറപ്പിക്കുന്ന ഗുണ്ടയാ. അപ്പൊ ചേട്ടന്റെ ഫ്രീസർ തിരിച്ചു കഴിഞ്ഞു. ഇതെങ്ങാനും പുള്ളി കേട്ടിയാ നിങ്ങൾ കേറും. എവിടെ? ഫ്രീസറിൽ. എന്തോ ആയിക്കോട്ടെ, ആ ഭീകരനെ ഒന്ന് വിളിക്കാവോ? ഏട്ടാ, ഏട്ടാ, ഇവിടെ പ്രശ്നക്കാരൻ വന്നേക്കുവാ. ഈ കരടി വാസുവിന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ആരാ യോഗ്യരാണ്? കടിച്ച് കീറിക്കളയാൻ കേട്ടോ. എന്തൊക്കെ പറയുന്നത്? പിന്നെ പ്രശ്നക്കാരൻ വന്ന് പറഞ്ഞു അച്ഛനെ കർമ്മം ചെയ്യാൻ വേണ്ടി കർമ്മി വന്നേക്കാന്ന്. എന്നിട്ട് കർമ്മി എവിടെ നിൽക്കുന്ന? ഹലോ, ചേടാ, ഇവനെ ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ചോ ഞാൻ ഇവനെ പഞ്ഞിക്കിട്ടിട്ടുണ്ട്. ഹലോ ഹലോ, ഒന്നുകൂടെ പറഞ്ഞേ. ഹലോ ഒന്ന്. ഹലോ. നല്ല പരിചയമുള്ള ശബ്ദം. എവിടെ വെച്ചായിരിക്കും? ഒരു പിടുത്തമില്ല. ചേർത്തല കള്ള് ഷാപ്പിനോട് വെച്ച്? ഇല്ല, ഞാൻ ചേർത്തല വന്നിട്ടും ഇല്ല. ചേട്ടൻ എന്നെ കണ്ടിട്ടും ഇല്ല, എനിക്ക് തിരിച്ചിട്ടും ഇല്ല. ഞാൻ നഷ്ടപരിഹാരം അങ്ങോട്ട് തന്നിട്ടും ഇല്ല. അതാണ്. അല്ല, എന്നറിയോ, ഈ ചേർത്തല കള്ള് ഷാപ്പിന്റെ ഓടെ വെച്ചിട്ട് എന്റെ മെയിൻ ഹോബിയാണ് ഈ ചിരട്ടക്കണ്ണി അടിച്ചു പൊട്ടിക്കുന്നത്. അങ്ങനെ അടിച്ചു പൊട്ടിച്ച വഴിക്ക് ഒരു ശബ്ദം കേട്ടാതാ. അവന്റെ പേര് മുണ്ടക്കൈ ശങ്കരനാ. എടാ ശങ്കര, എന്തോ എടാ വൃത്തികെട്ടവനെ, നീ താടി ഇട്ടോണ്ട് വന്നാലും എനിക്ക് മനസ്സിലാക്കട്ടാ. നീ വൈരാഗ്യം തീർക്കാൻ വന്നല്ലടാ. പുണ്യേട്ടാ, നമ്മൾ അന്ന് അതെല്ലാം പറഞ്ഞു തീർത്ത് നഷ്ടപരിഹാരം തന്നു പോയതല്ലേ. എന്തിന്? എന്നെ ഇടിച്ചേന്. ഇപ്പൊ പറയേണ്ട കാര്യമല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോ പറയുവാണ്, ഇവിടെ നീ കർമ്മയായിട്ട് വന്നിരിക്കുവാണ്. കർമ്മം ചെയ്യണം കേട്ടോ. പഴയതൊക്കെ അങ്ങ് മറക്കണം. ഇരിക്കുക. മര്യാദയ്ക്ക് പറയടാ. ഇരിക്കാവോ? ഇരുന്നോടി. ലിസ്റ്റിലുള്ള സാധനം എന്ത് കൊണ്ടുവച്ചോ? ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അച്ഛനെ അങ്ങോട്ട് ആവാഹിച്ചാലോ? അച്ഛനെ ആവാഹിക്കാൻ തനിക്ക് പറ്റുമോ? എന്റെ അച്ഛനല്ല, ഇവിടെ അച്ഛനെ ആവാഹിക്കാൻ തനിക്ക് പറ്റുമോ? തനിക്ക് പറ്റും. തനിക്കെന്നല്ല, ഈ ലോകത്തിലെ ആർക്കും പറ്റത്തില്ല. എന്താണ്? എടാ, അയാൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു പെങ്കോന്തന. നേരെ മറിച്ച് ഏറ്റവും പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവിലോട്ട് ഈ കുടവായിട്ട് നേരെ അങ്ങോട്ട് കൊണ്ട് ചെല്ലുക. തന്നെ അയാൾ വലിഞ്ഞു കയറിക്കോളൂ, ആവാഹിച്ചോളൂ. പിന്നെ നിനക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ 2 കിഴുത്തം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വർഷങ്ങളോളം അവിടെ ഇരിക്കും. നിങ്ങൾ ദൈവത്തെ ഓർത്ത് അതും ഇതും പറഞ്ഞോണ്ടിരിക്കല്ലേ. നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാമല്ലോ. പിണ്ടമെടുക്കുക. എന്നിട്ട് ഇത് പിണ്ടമെടുക്കുക. പിണ്ടമെടുത്തതിന് ശേഷം നമ്മൾ ഇത് കാക്കയ്ക്ക് കൊടുക്കുക. അച്ഛൻ എങ്ങനെ മരിച്ചേ? അച്ഛൻ കിണറ്റ് വീണ മരിച്ചത്. അരിഞ്ഞാണോ ഉണ്ടായിരുന്നോ? അരിഞ്ഞാണം പോയിട്ട് ഒരു വള്ളിച്ചണ്ട് പോലും പുള്ളിക്ക്. അതല്ലെന്ന്, കിണറിന് അരിഞ്ഞാണം ഉണ്ടായിരുന്നു. 33 അരിഞ്ഞാണം കിണറ്റിലുണ്ടായിരുന്നു. ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, കുടവെടുത്ത് തലയിലോട്ട് വെക്കുക. ഓക്കെ.
അതൊക്കെ സിമ്പിളാണ് ചെയ്യാം. ഇത് ഈ പട്ടടയ്ക്ക് ചുറ്റും എത്ര അച്ഛൻ എത്ര 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 അരിഞ്ഞാണെന്നാ പറഞ്ഞേ? 33 അരിഞ്ഞാണം. 33 തവണ ഈ പട്ടട ചുറ്റണം. സിമ്പിളല്ലേ? ചുറ്റി തരും ഞാൻ. ആ സിമ്പിൾ എന്ന് പറയല്ല, ഒറ്റക്കാലേ വേണം ഇതിലെ പടക്കി വെച്ച് നടക്കാൻ. നീ എനിക്കിട്ട് വടതേട്ടാ ഈ പകപൂക്കിയാണല്ലേടാ. നടക്ക് തരാം കേട്ടോ. എന്തിനാ വെട്ടുകത്തി? നീ നടക്കുമ്പോ ഞാൻ നിന്റെ പുറകിൽ നിന്ന് വെട്ടും. കുടത്തിലിട്ട് വെട്ടുമെന്ന് ആവശ്യമില്ലാതെ തിരിയൊന്നും ചെയ്യല്ല, നിന്നെ ടിക്കറ്റ് വെട്ടും. അപ്പൊ നടക്ക നടക്കടി, പ്രാർത്ഥിച്ച് നടക്കടി. ാണ് അതിനകത്തിരിപ്പാണ് കത്തണവിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. അതിനകത്തിരിപ്പാണ് കത്തണവിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. ദൈവമേ ദൈവമേ, കർമ്മം പൂർത്തിയാക്കിയില്ല. കർമ്മം ഏശിയില്ല, കർമ്മം പോയി. കർമ്മം ഇതിന് പരിഹാരം വല്ലതും ഉണ്ടോ? പരിഹാരമുണ്ട്. ഞാൻ പറയുന്ന പരിഹാരം ചെയ്യോ? അതായത് ഋതുപാദേശ നാളികേരസ്യ നെറ്റിയാഹ അടിക്കഹ എന്ന് വെച്ചാ നാളികേരം എടുത്ത് നെറ്റി കൊണ്ട് അടിച്ചു പൊട്ടിക്കണം. ആര് നിങ്ങൾ പൊട്ടിക്കോ? അത് അല്ല, നിങ്ങൾ പൊട്ടിക്കണം. എന്റെ ചേട്ടാ, അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാല്ലേ ചേട്ടാ? ഇങ്ങോട്ട് വന്ന് എഴുന്നേറ്റ് വന്ന് ഇങ്ങോട്ട് പിടിച്ചേ. ഇങ്ങോട്ട് പോ. ഇന്ന് നാളികേരം നെറ്റി വെച്ച് അടിച്ച് പൊട്ടിക്ക്. ഇതെങ്ങനെ പൊട്ടിക്കും? പൊട്ടി ശാന്തി കിട്ടിയോ നോക്ക്. അപ്പൊ ശാന്തി എല്ലാം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്, അച്ഛന്റെ ആത്മാവ് തേനെ കടന്നു വരുന്നുണ്ട്. അയ്യോ, ഇച്ചിരി ഒന്ന് മാറി നിന്നേരി. നീ ഉണ്ടല്ലോ, നീ പകരം വിട്ടല്ലേടാ. നീ പകരം വിട്ടല്ലേടാ. നീ വീട്ടിൽ കയറിയിരിക്കല്ലേടാ. ഇറങ്ങി പോടാ. അവിടെ അവിടെ ഇവിടെ 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 അപ്പൊ പൊട്ടി ചേട്ടാ, നിങ്ങളുടെ അച്ഛന്റെ ആത്മാവ് തേണ്ട ഈ കടന്നു വന്നോണ്ടിരിക്കുവാണ്. എവിടം വരെ വന്നു? ഇവിടെ മാണ്ടാവാതൊക്കെ വന്ന് നിൽക്കുവാണ്. അവിടെയോ? അവനോട് എന്റെ ഇവിടെ വരാൻ പറ. കൈപ്പാക്കിനടിച്ച് ഞാൻ വീഴ്ത്തില്ല. എനിക്ക് വയ്യ. ഇച്ചിരി ഒന്ന് മാറിക്കാൻ, ഇച്ചിരി കാറ്റ് കിട്ടും. എടാ, ഉള്ള കാറ്റ് പോയിട്ടല്ലേ ഇളെ തെക്കോട്ടെടുത്തത്. അങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ കുടത്തിലേക്ക് വന്നിട്ടുണ്ട്. കേട്ടോ. കേറ്റ് ഓക്കെയാണോ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രായമായ സ്ത്രീയുടെ സാന്നിധ്യം കാണിക്കുന്നുണ്ട് ഇവിടെ. അത് ഇവളാ? എന്നെ കല്യാണം കഴിച്ച സമയത്ത് ഇവിടെ തന്ത 5-8 വയസ്സ് കുറച്ചിട്ടാ എന്നെ കല്യാണം കഴിപ്പിച്ചേ. അതാ പ്രായമായ സ്ത്രീയുടെ സാന്നിധ്യം. അതല്ലെന്ന്, പിന്നെ ഇവിടെ മരിച്ചുപോയ ഒരു സ്ത്രീയുടെ സാന്നിധ്യം കാണിക്കുന്നുണ്ടെന്ന്. അതാരുതാ? ഇക്കിളെടുക്കുന്ന എന്റെ ഭാര്യക്ക് വെള്ളം കൊടുക്കാറുണ്ട്. എന്റെതാ കരടി വാസു. നല്ല പരിചയമുള്ള ശബ്ദം. ആരാ? നിന്റെ അമ്മായിയമ്മ ദേവകിയാടാ ഞാൻ. അയ്യോ, മരിച്ചുപോയ എന്റെ അമ്മായിമ്മ ദേവകിയാണ്. എടാ, നീ എന്റെ മോളെ ഇട്ട് എത്ര കാലമായിട്ടാണ് ഉദവിക്കുന്ന കാല? നിന്നെ ഞാൻ മരിച്ചിട്ട് നാളെ ഒരാണ്ട് തികയുവാ. അതുകൊണ്ട് ഇപ്പൊ ഇയാൾക്ക് ചെയ്ത പോലെ വിറവെടുത്ത് കർമ്മം നീ എനിക്കും ചെയ്തില്ലെങ്കിൽ നിന്റെ പാതി ജീവൻ ഞാൻ അങ്ങ് എടുക്കും. പാതി എന്തിനാ ആക്കുന്നേ? മുഴുവനായിട്ട് അങ്ങ് എടുത്തുകൂടെ? അയ്യോ, മരിച്ചോണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് എന്തെങ്കിലും രീതി കർമ്മം ചെയ്യാൻ വഴിയുണ്ടോ? ആരാണ് മരിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ തന്നെ, കരടി വാസു, 54 വയസ്സ്. നിങ്ങളുടെ നക്ഷത്രം തിരുവാതിര അല്ലേ? എന്റെ നക്ഷത്രം ചതയമാണോ? ചതയം. അയ്യോ.